ഹരിയോ എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീത ജ്ഞാനയജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. 6-ാം അധ്യായമായിട്ടുള്ള ധ്യാനയോഗം. അതിൽ അർജുനൻ കൃഷ്ണനോടൊരു സംശയം ചോദിച്ചു. മനസ്സിനെ നിയന്ത്രിക്കുക എന്നത് വായുവിനെ പിടിച്ചു കെട്ടുന്നത് പോലെ ദുഷ്കരമാണല്ലോ ഭഗവാനെ. ഭഗവാൻ അതിന് മറുപടി പറഞ്ഞു, സംശയമില്ലാത്ത കാര്യമാണ് അർജുന നീ പറഞ്ഞത്. മനസ്സിനെ അങ്ങനെ നിയന്ത്രിക്കുക എന്നുള്ളത് നീ പറഞ്ഞതുപോലെ വായുവിനെ പിടിച്ച് കെട്ടൽ തന്നെയാണ്. പക്ഷേ അഭ്യാസേന വൈരാഗ്യേണ ച ഗൃഹ്യതേ, അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും ആവർത്തിച്ചുള്ള പരിശീലനം കൊണ്ടും എങ്ങനെയാണ് ഇതിൽ നിന്നൊക്കെ വിടുതൽ വേണ്ടത്, അതിനെയൊക്കെ ജ്ഞാനത്തിൻ്റെ വഴിയിലും ഇത് സാധ്യമാണ്. അതേസമയം ഭഗവാൻ അതിനെ ഉപസംഹരിച്ചുകൊണ്ട്, ആ ഭാഗത്ത് ഉപസംഹരിച്ചുകൊണ്ട് പറഞ്ഞു, അസംയതാത്മന യോഗ ദുഷ്പ്രാപ ഇതി മേ മതിഹി. മനസ്സിനെ കീഴടക്കാൻ പറ്റാത്ത ഒരുവനെ സംബന്ധിച്ച് ഈ യോഗത്തിൻ്റെ ഫലസിദ്ധി എന്ന് പറയുന്നത് അത് അയാൾക്ക് അപ്രാപ്യമാണ്. അതിന് സംശയമില്ല എന്ന് പറയാം. ഇങ്ങനെ പറഞ്ഞ് ഭഗവാൻ അവിടെ അതിനൊരു ഉപസംഹാരം കൊടുത്തു. അങ്ങനെ വന്നപ്പോൾ അർജുനന് മറ്റൊരു സംശയം ഉണ്ടായി. ആ അർജുനൻ്റെ സംശയം ഇതേപോലെ വളരെ കാലിക പ്രസക്തമാണ്. അർജുനൻ സംശയങ്ങളൊക്കെ ചോദിക്കുന്നത് നമ്മുടെ വക്കാലത്ത് തന്നെയാണ് അർജുനൻ എടുക്കുന്നത്. എന്താണ് അർജുനൻ്റെ സംശയം? 37-ാമത്തെ ശ്ലോകത്തിൽ, 6-ാം അധ്യായം 37-ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ ചോദിക്കുന്നു. അർജുന ഉവാച അയതി ശ്രദ്ധയോപേതോ യോഗാചലിതമാനസഃ അപ്രാപ്യയോഗസംസിദ്ധിം കാം ഗതിം കൃഷ്ണ ഗച്ഛതി. വളരെ ന്യായമായ ഒരു ചോദ്യമാണ്. അതായത് ഈ യോഗമാർഗത്തിൽ, ഈ ധ്യാനത്തിൻ്റെ, ഈ സാക്ഷാത്കാരത്തിൻ്റെ, ഇതിനെ അഭ്യസിക്കാൻ പുറപ്പെട്ട് അതിനെ പകുതി വഴിയിൽ ഉപേക്ഷിച്ചാലുള്ളവൻ്റെ അവസ്ഥ എന്ത് എന്ന് അർജുനൻ ചോദിക്കുക. എന്താ ചോദിക്കുന്നത്? അയതി ശ്രദ്ധയോപേതോ യോഗാചലിത മാനസഃ അപ്രാപ്യ യോഗസംസിദ്ധിം കാം ഗതിം കൃഷ്ണ ഗച്ഛതി. ഹേ കൃഷ്ണ, അല്ലയോ ഭഗവാനെ, ശ്രദ്ധയാ ഉപേതഃ അപി അയതഃ യോഗാത് ചലിതമാനസഃ. ശ്രദ്ധയാ, ഒരാൾ ഈ കാര്യങ്ങളൊക്കെ കേട്ട് അവനതിൽ ശ്രദ്ധ വന്നു, അവൻ്റെ ശ്രദ്ധ എന്താ പറയുക, ആത്മാർത്ഥമാണ്, അവന് താല്പര്യമുണ്ടായി. ഈ ഒരു ആധ്യാത്മിക മാർഗം, ധ്യാനമാർഗം, സത്യാന്വേഷണം ഇത്യാദി കാര്യങ്ങളൊക്കെ, ഇതിനെയൊക്കെ കൂടെ നമുക്ക് കൂട്ടിയെടുക്കാം. വെറും ധ്യാനം മാത്രമല്ല. ഇവിടെ പറയുമ്പോൾ അങ്ങനെ പറയുന്നു. ധ്യാനം എന്ന് പറയുമ്പോൾ ഇതെല്ലാം തന്നെ ഉൾപ്പെട്ടുകൊണ്ടിട്ടുള്ളതാണ്, ഒരു ടോട്ടൽ പാക്കേജാണ് ധ്യാനം. അപ്പോൾ ഇങ്ങനെ, അതായത് നമ്മുടെ നാടൻ ഭാഷയിൽ ഒരു പ്രയോഗമുണ്ട്. എന്താണ്? ഇല്ലത്തുനിന്ന് ഇറങ്ങി അമ്മാത്തിട്ട് എത്തിയതുമില്ല എന്ന്. ഇല്ലം അച്ഛൻ്റെ വീട്, അമ്മാത്ത് അമ്മയുടെ വീട്. എന്തായാലും അവിടുന്ന് ഇറങ്ങിയതാണ്, മറ്റിടത്തേക്ക് എത്തിയില്ല. എന്താ പറയുകയെന്ന് പറഞ്ഞാൽ ഇതിനെ ത്രിശങ്കു സ്വർഗത്തിൽ എന്ന് പറയും മറ്റൊരു ഭാഷയിൽ. അത് ഒരു സ്ഥലത്തുനിന്ന് തുടങ്ങി വെച്ചു, പക്ഷേ ലക്ഷ്യം പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. എന്താണ് ഇവൻ്റെ അവസ്ഥ എന്നുള്ളതാണ് അർജുനൻ ചോദിക്കുകയാണ്. അവൻ എന്തുണ്ട്? ശ്രദ്ധയുണ്ട്. ശ്രദ്ധയാ ഉപേതഃ, ശ്രദ്ധയോടുകൂടിയവനാണെങ്കിലും അയതഃ യോഗാത്, ആ യത്നം ഫലിക്കാത്തത് പല കാരണങ്ങളെ കൊണ്ടായിരിക്കാം. അതുകൊണ്ട് അയതഃ, ആ യത്നം ഫലപ്പെടാത്തത് ഹേതുവായിട്ട് യോഗാത് ചലിതമാനസഃ, ആ യോഗത്തിൽ നിന്ന് മനസ്സ് ഇളകിയിട്ടുള്ള യോഗസിദ്ധിം, മനസ്സിളകിയത് കാരണം എന്താണ്? യോഗസിദ്ധിം അപ്രാപ്യ, യോഗത്തിൻ്റെ ഫലത്തെ, അതിൻ്റെ അന്തിമമായ മോക്ഷമെന്ന ആ സത്യസാക്ഷാത്കാരം എന്നത് അപ്രാപ്യ, സാധിക്കാതെ, അത് കൈവരിക്കാതെ, ആ പൂർണ്ണതയെ കൈവരിക്കാതെ വരുന്ന ഒരുത്തൻ്റെ
കാം ഗതിം ഗച്ഛതി, അവൻ്റെ പോക്ക് എവിടേക്ക്, അവന് എന്തായിത്തീരും അവൻ്റെ അവസ്ഥ. ഇതിനെ അർജുനൻ ഒന്നുകൂടെ ഒരു ഉദാഹരണ സഹിതം അർജുനൻ പറയുകയാണ്. എന്താ പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനൻ നല്ല നല്ല ചില ദൃഷ്ടാന്തങ്ങളൊക്കെ ഭഗവാന്റെ മുന്നിൽ തന്നെ വയ്ക്കുക. എന്നിട്ടാണ് പറയുന്നത്, കച്ചിന്നോ ഭയവിഭ്രഷ്ട ചിന്നാഭ്രമിവ നശ്യതി അപ്രതിഷ്ഠോ മഹാബാഹോ വിമൂഢോ ബ്രഹ്മണപതി. അർജുനനെ ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ മഹാബാഹോ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇവിടെ അർജുനനും ഭഗവാനെ മഹാബാഹോ, അല്ലയോ മഹാപുരുഷ, വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രാപ്തനായിട്ടുള്ള ആളാണ് അങ്ങ്. അങ്ങും ഒട്ടും മോശമല്ല. ഞാൻ ആരാണ്? വിമൂഢ മാം, മൂഢനാണ് ഞാൻ. എന്തുകൊണ്ടാണ്? ധർമ്മസമ്മൂഢ ചേതസ വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവമേ എന്നൊക്കെ മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ബുദ്ധി തന്നെ മോഹിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ എന്താണ്? കാർപ്പണ്യദോഷോപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢ ചേതാഹ, മൂപ്പരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനെ ഒന്നുകൂടെ പറയുകയാണ്. അപ്പം എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വിമൂഢനായിട്ടുള്ള അവൻ, അല്ലെങ്കിൽ ഞാൻ. ബ്രഹ്മണ പതി അപ്രതിഷ്ഠ, ആ ബ്രഹ്മത്തിൻ്റെ മോക്ഷത്തിൻ്റെ മാർഗത്തിൽ പന്ഥാവിൽ അപ്രതിഷ്ഠ, നിലയുറപ്പിക്കാത്തവനായിട്ട്, അതിൽ പ്രതിഷ്ഠ നേടാത്തവനായിട്ട്, ചിന്നാഭ്രം ഇവ നശ്യതി കശ്ചിത്, ചിന്നാഭ്രം ഇവ നശ്യത കച്ചിത്. അല്ല, ഇതേതുപോലെ എന്നാൽ ചിന്നാഭ്രം എന്ന് പറഞ്ഞാൽ ഒരു തുണ്ട് മേഘക്കഷ്ണം. വലിയ മേഘത്തിൻ്റെ ആ കൂട്ടത്തിൽ നിന്നിങ്ങനെ അടർന്നു മാറിയിട്ടുള്ള ഒരു ചെറിയ മേഘക്കഷ്ണം, ഒരു പീസ് മേഘം ചിലപ്പോൾ നമ്മൾ കാണില്ലേ. അതങ്ങനെ ഈ കൂട്ടത്തിൽ അത് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല, അത് കൂട്ടത്തിൽ അങ്ങോട്ട് പോയിക്കോളും. പക്ഷേ ഈ വേർപെട്ട് കഴിഞ്ഞ് ഒരു ചെറിയ പീസായി കഴിഞ്ഞാലോ, അത് ആ സൂര്യൻ്റെ കിരണങ്ങളുടെ ആ താപം കൊണ്ട് തന്നെ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ അതില്ലാതാവും. അപ്പോൾ ചിന്നാഭ്രമിവ നശ്യതി, അതുപോലെ അങ്ങോട്ട് നശിച്ചു പോവില്ലേ. ഞാൻ ഏതായാലും ഇത് തുടങ്ങി, അല്ലെങ്കിൽ ഞാനല്ല മറ്റൊരാൾ ഇത് തുടങ്ങി, അവൻ്റെ എന്താ പറയുക, ഇതിലേക്ക് മൂഢനല്ല. ഞാൻ അർജുനൻ രണ്ട് വിധത്തിൽ പറയുന്നുണ്ട്. അതായത് അങ്ങ് മഹാബാഹുവാണ്, ഞാനൊരു മൂഢനാണ്. ഇനി മൂഢനല്ലാത്തൊരുവൻ, വിമൂഢൻ എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞിട്ടുള്ളവൻ, അവൻ ഇതിന് തൽപരനാണ്. പക്ഷേ ഈ താല്പര്യമൊക്കെ ഹേതുവായി ഇവൻ ഈ ശ്രമമൊക്കെ നടത്തി. എന്നാൽ അവൻ്റെ ഗതി എന്താണ് എന്നുള്ളത് ഈ കൂട്ടത്തിൽ നിന്ന് വിട്ടുപോയ ഒരു മേഘം കണക്കെ ആയി പോവില്ലേ എന്നാണ്. അത് അർജുനൻ ഒന്നുകൂടെ അതിനെ സമർത്ഥിക്കുക. ഏതന്മേ സംശയം കൃഷ്ണ ചേത്തുമർഹസ്യ ശേഷതഃ ത്വദന്യ സംശയസ്യാസ്യ ചേത്തോ നഹ്യുപപദ്യതേ. ഏതന്മേ സംശയം കൃഷ്ണ. ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ മനസ്സിൻ്റെ പല പല അവസ്ഥാന്തരങ്ങളുണ്ട്. അത് ഓരോന്നാണ്. ഇവിടെ ചോദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഈ 40 തലങ്ങളെക്കുറിച്ച് സ്വാമി സൂചിപ്പിച്ചു, അതിനെക്കുറിച്ചൊന്ന് വിസ്തരിച്ച് പറയണമെന്ന്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഈ 40 എണ്ണത്തിനെക്കുറിച്ച് വിസ്തരിച്ച് തന്നെ ഒരു ക്ലാസ് അതിനു വേണ്ടി പറയാം. അത് പറയാം നമുക്ക്. അതിൻ്റെ കൂട്ടത്തിൽ അത് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഓരോന്നും. അപ്പോൾ ഇവിടെ സംശയം എന്ന് പറയുമ്പോൾ അത് ഉഭയകോടിയിലിരിക്കുന്നത് എന്നാണ്. സംശയം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഒരു തീർപ്പായിട്ടില്ല. അപ്പോൾ എല്ലാറ്റിനെയും നമുക്ക് സംശയത്തിൻ്റെ ഗണത്തിൽപ്പെടുത്താൻ പറ്റില്ല. അത് നമ്മൾ ഇത് പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ നമ്മുടെ ശാസ്ത്രത്തിൽ തന്നെ വരുമ്പം
ഈ ഉപനിഷത്തിൽ ശിഷ്യൻ ചോദിക്കുന്ന സമയത്തിൽ ചോദ്യം എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ്. എവിടെ നിന്നാണ് ഈ ചോദ്യകർത്താവിൻ്റെ ഈ ചോദ്യം വരുന്ന തലമേത്, ഏതൊരു അവസ്ഥയിൽ നിന്നാണ് ആ ഈ ചോദ്യമുണ്ടായത്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ അവസ്ഥയെ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട് നമ്മുടെ വേദാന്ത ശാസ്ത്രം. അപ്പോൾ ഇവിടെ അർജുനൻ തന്നെ പറയുന്നത് ഏതന്മേ സംശയം, ഇതെൻ്റെ സംശയമാണ്. എന്താണ് അർജുനൻ്റെ സംശയം? ഈ സംശയത്തെ അശേഷതഃ ചേത്തും, ഇതിനെ ഒന്നൊഴിയാതെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാൻ ചേത്തും അർഹസി ത്വം ഹി, അങ്ങ് തന്നെ, അങ്ങ് മാത്രമേ ഉള്ളൂ, അങ്ങാണ് ഇത് ചെയ്തു തരേണ്ടത്. അതുകൊണ്ട് അസ്യ സംശയസ്യ ചേത ത്വതന്യഃ ന ഉപപദ്യതേ, ഈ സംശയത്തിൻ്റെ നിവാരണത്തിന് പരിഹാരകനായിട്ട് മറ്റൊരാളെ ഞാൻ കാണുന്നും ഇല്ല. അപ്പം മഹാബാഹുവായിട്ടുള്ളവനെ, അങ്ങേക്ക് ഇതൊക്കെ അനായാസേന സാധ്യമാണ്. എന്നാൽ വിമൂഢനായിട്ടുള്ള ഒരാളെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് ജസ്റ്റ് അതൊന്നൊന്ന് മാറി ഒന്ന് ചെറുതായിട്ടൊന്ന് നീങ്ങിയിട്ടേ ഉള്ളൂ. പൂർണ്ണമായിട്ട് അതിൽ നിന്ന് മോചനം വന്നു കഴിഞ്ഞാൽ പിന്നെ ജ്ഞാനി എന്നുള്ള അവസ്ഥയിലാണ്. അപ്പോൾ ഇവൻ അവിടെയില്ല ഇവിടെയില്ല എന്നുള്ള ഗതിയെക്കുറിച്ച് അങ്ങ് എന്താണ് ഒന്ന് എനിക്ക് പറഞ്ഞു തന്നാലും, അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ അമ്മാത്ത് നിറങ്ങി ഇല്ലത്തെത്തിയില്ല എന്നതാവുമോ? ഇതാണ് അർജുനൻ്റെ ചോദ്യം. ഭഗവാൻ അർജുനൻ്റെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയുന്നു. ശ്രീ ഭഗവാനുവാച പാർത്ഥനൈവേഹ നാമുത്ര വിനാശസ്തസ്യ വിദ്യതേ നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താദഗച്ഛതി. നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താദഗച്ഛതി. ഹേ പാർത്ഥ, അല്ലയോ അർജുന, നീ പറഞ്ഞ ആ വിമൂഢനുണ്ടല്ലോ, അത് നീ ഉൾപ്പെടുന്ന ആരൊക്കെയാണെങ്കിലും തുടങ്ങി വെച്ചവരാണ്. നമ്മൾ 3 ദോഷങ്ങളെക്കുറിച്ച് കണ്ടിട്ടുണ്ട് കർമ്മത്തിൽ. പ്രത്യവായ ദോഷം, അഭിക്രമനാശം തുടങ്ങിയിട്ടുള്ളത്. തുടങ്ങി വെച്ചതിനൊരു പൂർത്തീകരണം ഉണ്ടായിട്ടില്ല എങ്കിൽ അതിലെന്തുണ്ടാവും? അതിനൊരു ദോഷമുണ്ടാവും. ഇവിടെ ആ ദോഷം സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടെ അർജുനൻ്റെ ഒരു ചോദ്യമാണ്. ഇവിടെ ഭഗവാൻ പറയുന്നു, ഹേ പാർത്ഥ, അർജുന, തസ്യ എന്ന് പറഞ്ഞാൽ ആ വിമൂഢന് ആർക്കാണോ ഇഹ വിനാശ ന വിദ്യതേവ, അവന് പൂർണ്ണമായ ഒരു നാശം, നീ പറഞ്ഞതുപോലെ ചിന്നാഭ്രമിവ നശ്യതി എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ ഒരു നാശം അവനുണ്ടാവില്ല. എന്തുകൊണ്ടെന്നാൽ ന വിദ്യതേവ, എവിടെ ഇല്ല? ഇവിടെ ഭഗവാൻ പുനർജന്മ സിദ്ധാന്തത്തെ, അതിൻ്റെ കാര്യകാരണങ്ങളെയൊക്കെ വിശദീകരിക്കുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക്. എന്തായാലും പറയുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രയോഗം നടത്തുന്നുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിദ്യതേ ഏവ, ഇവിടെ ഉണ്ടാവില്ല. ഇഹ വിനാശ ന വിദ്യതേ ഏവ എന്ന് പറഞ്ഞാൽ ഒരാൾ ഈ പറഞ്ഞ മാർഗത്തിൽ മുന്നേറുകയാണ്. അയാൾക്ക് തോന്നി, ഈ ആധ്യാത്മികതയാണ് ശാശ്വതമായ ഒരു മാർഗം, ഇരിക്കട്ടെ എന്ന് കരുതി മൂപ്പര് തുടങ്ങി. അങ്ങനെ കുറച്ച് മുന്നോട്ടേക്ക് പോയി, കാര്യങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങി, ധ്യാനം പരിശീലിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൂപ്പർക്ക് എന്തു വന്നത്? മൃത്യു, ആളെ പോയി. അപ്പം ഈ ജന്മത്തിൽ അദ്ദേഹത്തിന് ഇത് സാക്ഷാത്കരിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ തുടങ്ങി വെച്ചു. ഇതിപ്പോൾ അവിടെയില്ല ഇവിടെയില്ല എന്നാവുമല്ലോ. ഇതായിരുന്നു ചോദ്യം.
അപ്പം അതിന് ഭഗവാൻ ആദ്യത്തെ ഉത്തരം പറയുന്നത്, അവൻ ഇവിടെ ഒരു നാശം എന്ന് പറയുന്ന, ഒരു ദുർഗതി എന്ന് പറയുന്നത് ഇല്ല. പറയുന്നു അമുത്ര ന, എന്നാൽ മറ്റൊരിടത്ത് ഈ ജീവൻ പോയി മറ്റൊരു ലോകത്തെ പ്രാപിക്കുന്ന അവിടെ എന്തില്ല? നാശമില്ല. അമുത്ര ന വിദ്യതേവ, അവിടെയും ഇല്ല. എന്തുകൊണ്ടെന്നാൽ ഭഗവാൻ ഇവിടെ വളരെ നല്ലൊരു വാക്ക് അർജുനനെ, നല്ലൊരു ശബ്ദം ഉപയോഗിക്കുകയാണ്, വളരെ മനോഹരമായിട്ട്. ഹേ താത, അല്ലയോ കുട്ടി, കല്യാണകൃത് കശ്ചിത് ദുർഗതിം ന ഗച്ഛതി. കല്യാണകൃത് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചവന് എന്നല്ല. കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏറ്റവും മംഗളകരമായത് എന്നാണ്. അതുകൊണ്ട് ഭാഷാപരമായിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു ദോഷവും കൂടെ ഉണ്ട്. എന്താണ്? എൻ്റെ മംഗളകരമായിട്ടുള്ളതെല്ലാം കഴിഞ്ഞു എന്നാണ്. അങ്ങനെ കണക്കാക്കേണ്ട. അത് ഭാഷാപരമായിട്ട് നമ്മളിപ്പോൾ സൂര്യൻ ഉദിക്കുന്നു, കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്നൊക്കെ പറയാറില്ലേ? അങ്ങനെ കരുതിയാൽ മതി. അപ്പോൾ കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ? മംഗളകരമായത്. ഇവിടെ ആ അർത്ഥത്തിലാണ്. അതുകൊണ്ടാണ് അതിനും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലെ ആ ഒരു വിശേഷപ്പെട്ട ദിവസത്തിനെ കല്യാണം എന്ന് പറയുന്നത്. കല്യാണകൃത്, ആ കല്യാണകൃത് ശുഭകർമ്മം, സത്കർമ്മം, മംഗളകർമ്മം ചെയ്യുന്ന ഒരുവന്, കല്യാണകൃത് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ആ കല്യാണം ചെയ്യുന്ന അവനെ സംബന്ധിച്ച് കല്യാണം കരോതി ഇതി എന്ന, മംഗളകരം ആയിട്ടുള്ളത് യഹ കരോതി, ആരാണോ ചെയ്യുന്നത്, സ കല്യാണകൃത്, അവൻ കല്യാണം ചെയ്യുന്നവനാണ്. അല്ലാതെ ബ്രോക്കർ എന്നല്ല. ബ്രോക്കർക്കും വേണമെങ്കിൽ കല്യാണകൃത് എന്നൊക്കെ പറയാം. കാരണം അയാൾ കല്യാണം ശരിയാക്കി കൊടുക്കുന്ന ആളാണ്. അയാളെ ഞാൻ ഇനി കാണട്ടെ എന്ന് ചിലർ പറയാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരാൾ അത് ഇയാളാണെന്ന്. ഇതൊക്കെ തമാശയാണ് കേട്ടോ. അപ്പം ഹേ താത, അല്ലയോ മോനെ, കുട്ടി, കല്യാണകൃത് കശ്ചിത് ദുർഗതിം ന ഗച്ഛതി. അതുകൊണ്ട് ഇത് തുടങ്ങി വെച്ചവനെ സംബന്ധിച്ച് അവനൊരിക്കലും ഒരു അധോഗതി, നാശം ഉണ്ടാകുന്നില്ല. പിന്നെ എന്താണ് അവൻ്റെ ഗതി? എന്താണ്? ഭഗവാൻ പറയുന്നു, പ്രാപ്യ പുണ്യകൃതാം ലോകാൻ ഉഷിത്വാ ശാശ്വതി സമാഹ ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോഭിജായതേ. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മുടെ മുന്നിൽ ഒരുപാട്, നിങ്ങൾക്കും ഇതിൽ പല പല നിങ്ങളുടെ സ്വയം കാര്യങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാവും ചിലപ്പോൾ. പ്രാപ്യ പുണ്യകൃതാം ലോകാൻ ഉഷിത്വാ ശാശ്വതീ സമാഹ ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോഭിജായതേ. പ്രാപ്യ പുണ്യകൃതാം ലോകാൻ, പുണ്യകൃതാം ലോകാൻ, പുണ്യം ചെയ്തവരുടെ ലോകങ്ങളെ. ആര്? യോഗഭ്രഷ്ട. ഈ യോഗത്തിൽ നിന്ന്, ഈ സത്യസാക്ഷാത്കാരത്തെ ആരാണോ തുടങ്ങി വെച്ചു പൂർത്തീകരിക്കാൻ സാധിക്കാതെ പോയത് ആരാണ്? അവരെയാണ് യോഗഭ്രഷ്ടൻ എന്ന് പറയാം. മോശക്കാരനല്ല, അതിൽ നിന്ന് പതിച്ചവരാണ്, പൂർത്തീകരിക്കപ്പെടാൻ പറ്റാത്തവർ. അവർ പുണ്യകൃതാം ലോകാൻ പ്രാപ്യ, പുണ്യം ചെയ്ത ആളുകളുടെ, പുണ്യം ചെയ്തവരുടെ ലോകങ്ങളെ പ്രാപിക്കുന്നു. എന്നിട്ടോ ശാശ്വതീ സമാഹ, ശാശ്വതീ സമാഹ, വളരെ കാലം സുരക്ഷിതമായ,
കാലയളവ്. ഉഷിത്വ സുഖമായി ഇരുന്ന്, ശുചീനാം ശ്രീമതാം ഗേഹേ, ശുചീനാം ശുചിത്വമാർന്നവരുടെ, ഇതാണ് ശുചിത്വം. ശൗചം പഞ്ചവിധം സ്മൃതം, ശരീരശൗചം, വാക്ശൗചം, കർമ്മശൗചം, കുലശൗചം, മനഃശൗചം ച ഭാരത ശൗചം പഞ്ചവിധം സ്മൃതം. ഇങ്ങനെ കർമ്മങ്ങളിലെ ശുചിത്വവും മനസ്സിൻ്റെയും വാക്കിൻ്റെയും കുലത്തിൻ്റെയും എല്ലാ നിലയിലും ശുചിത്വമാർന്നവരുടെ, അതാണ് ഏറ്റവും പ്രധാനം. മനസ്സ് ശുദ്ധമല്ല എങ്കിൽ പിന്നെ കർമ്മങ്ങളിൽ ശുദ്ധിയില്ല, ചിന്തകളിൽ ശുദ്ധിയില്ല, വാക്കിൽ ശുദ്ധിയില്ല. വായെടുത്താൽ പറയുന്നതൊക്കെ അങ്ങനെയുള്ള വാക്കുകളാണ്. വാക്ശൗചം വളരെ പ്രധാനപ്പെട്ടതാണ്. വാങ്മേ മനസ്സി പ്രതിഷ്ഠിത, മനോമേ വാചി പ്രതിഷ്ഠിതം. വാക്കിൽ മനസ്സ്, മനസ്സിൽ വാക്ക്, പരസ്പര പൂരകങ്ങളായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ പണ്ട് സന്ധ്യാവന്ദനം ചൊല്ലിയപ്പോൾ, സന്ധ്യാനാമം ചൊല്ലിയപ്പോൾ എന്താണ് പറഞ്ഞത്? നല്ല വാക്കോതിടാൻ ത്രാണിയുണ്ടാകണമേ. നല്ലത് പറയാൻ വേണം ആരോഗ്യം. അപ്പോൾ അങ്ങനെ ശുചിത്വമാർന്നവരുടെ ഗേഹേ, ശ്രീമതാം ഗേഹേ, ഐശ്വര്യമാർന്ന അത്തരം വീടുകളിൽ, ഗേഹങ്ങളിൽ അഭിജായത്തെ, അവർ ജനിക്കുന്നു. എന്നിട്ടോ അവരവരുടെ യാത്ര തുടങ്ങുന്നു. അപ്പം അതിന് അനുകൂലമായ ഒരിടത്ത് അവരെത്തിപ്പെടുന്നു. ആ ജീവൻ ഈ കർമ്മഫലത്തിൻ്റെ, അതായത് ഈ പുനർജന്മ സിദ്ധാന്തത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ സംശയം, ഇതേ കഴിഞ്ഞ ഇതിൽ ഒരാളുടെ സംശയം ഉണ്ടായിരുന്നു. എന്താന്ന് പറഞ്ഞാൽ ഈ ആത്മാവ് പുണ്യാപുണ്യങ്ങൾക്കപ്പുറത്താണല്ലോ, അതിലിതൊന്നും ബാധിക്കുന്നതല്ല. അതെ, ആത്മാവിനെ സംബന്ധിച്ച് പുണ്യമെന്നോ പാപമെന്നോ ഇത്യാദി കാര്യങ്ങളൊന്നും ആത്മാവിനെ സംബന്ധിക്കുന്നതല്ല. ശരീരമാണെങ്കിലോ, ശരീരം നശ്വരാണ്. അതെ, ശരീരം നശ്വരാണ്. പിന്നെ ഈ പുനർജന്മിക്കുന്നത് ആരാണ്? ശരീരമാണോ? അല്ല. ആത്മാവാണോ? അല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ആത്മാവിന് ജനിമൃതികളില്ല, അത് അനിഷേധ്യമായ നിയമമാണ്. അതെങ്ങനെയാണ് അറിയേണ്ടത്? ഗീതയിലെ 2-ാം അധ്യായത്തിലെ അച്ഛേദ്യോയമദാഹ്യോയം അക്ലേദ്യോ ശോഷ്യ ഏവച നിത്യ സർവഗതസ്ഥാണുഹു അചലോയം സനാതന. ആത്മാവിൻ്റെ അവസ്ഥ അതാണ്. അതെന്താണ്? അച്ഛേദ്യമാണ്. മുറിവേൽപ്പിക്കാൻ സാധിക്കില്ല. അദാഹ്യം, ദഹിപ്പിക്കാൻ സാധിക്കാത്തത്. അക്ലേദ്യം, ജലം കൊണ്ട് കുതിർക്കാൻ സാധിക്കാത്തത്. അശോഷ്യം, കാറ്റിന് ഉണക്കാൻ വരട്ടാൻ സാധിക്കാത്തത്. ഇങ്ങനെ നിത്യ സർവഗത സ്ഥാണുവാണ്, നിത്യമാണ്, സർവഗതമാണ്, എല്ലായിടത്തും ഉള്ളതാണ്, ഇളകാത്തതാണ്, പണ്ടേക്ക് പണ്ടേ ഉള്ളതാണ്. അതുകൊണ്ട് ഇത് സനാതനം. അതെന്താണ്? ആത്മാവിൻ്റെതാണ്. ശരീരത്തിനോ നാശമുണ്ട്. ശരീരം പരിണമിക്കും. എങ്ങനെ? 6 വിധത്തിലുള്ള വികാരങ്ങൾക്ക് വിധേയമാണ് ശരീരം. ഇതൊക്കെയാണ് അസ്ഥി ജായതേ വർദ്ധതേ വിപരീണമതേ അപക്ഷീയതേ വിനശ്യതി ഇതി സ്ഥൂല വികാരവതേ ഏതത്, എന്താണ്, ഷഡ്വികാരവതേതത് സ്ഥൂല ശരീരം. ഇങ്ങനെ 6 വികാരങ്ങൾക്ക് വിധേയമാണ് ഈ സ്ഥൂല ശരീരം. അപ്പോൾ ഈ ജനിക്കുക എന്ന് പറയുന്ന പരിപാടി എന്താണ്? അത് നമുക്കിവിടെ ഈ ശരീരത്തിൽ നമ്മുടെ കർമ്മവാസനകളുണ്ട്. ആ കർമ്മവാസനകളാണ് 3 വാസനകളായിട്ട് പ്രധാനമായിട്ട് രൂപപ്പെടുന്നത്. അതൊന്ന് ജന്മത്തിന് കാരണമായിട്ടുള്ളതിനെയാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. നന്നായി തുടങ്ങിയത് അത് അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ കർമ്മത്തിൽ നിന്ന് തുടങ്ങാം. പിന്നെ ഇവിടെ ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്? നമ്മൾ ഈ നമ്മുടെ മുന്നിലേക്ക് വരുന്ന വിഷയങ്ങളോട്, ശബ്ദസ്പർശ രസരൂപ ഗന്ധാദി വിഷയങ്ങളോട്, അനുഭവങ്ങളോട്, പ്രപഞ്ചാനുഭവങ്ങളോട് നമ്മൾ പ്രതികരിക്കുന്നുണ്ട്. ആ പ്രതികരണം നമ്മൾ അനുകൂലവും പ്രതികൂലവുമായി പ്രതികരിക്കുന്നു.
ഇങ്ങനെ അനുകൂല പ്രതികൂല പ്രതികരണങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നതിനെയാണ് വാസന എന്ന് പറയാം. അപ്പോൾ ചിലത് നമുക്ക് ഇഷ്ടമുണ്ട്, ചിലതിന് ഇഷ്ടമില്ല, ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. ഇതിനെയാണ് രാഗദ്വേഷങ്ങൾ എന്ന് പറയും. അപ്പോൾ ഈ കർമ്മങ്ങൾ പിന്നെയും പിന്നെയും നമുക്ക് ചെയ്യാൻ വേണ്ടുന്ന കർമ്മത്തിൻ്റെ ഒരു പ്രേരണയായിട്ട് ഇങ്ങനെ കർമ്മങ്ങൾ എന്താവും എന്ന് പറഞ്ഞാൽ, ഈ വന്നുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെ ആഗാമി കർമ്മങ്ങളെന്നും കളക്ട് ചെയ്യുന്ന കർമ്മങ്ങളെ സഞ്ചിതമെന്നും പറയും. ഈ സഞ്ചിതം പക്വമാകുന്നതാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു സഞ്ചിതം പക്വമാകുക എന്താണ്? ഈ സാക്ഷാത്കാരത്തിൻ്റെ വഴികളിലേക്കുള്ള അതിൻ്റെ കർമാനുഷ്ഠാന പദ്ധതികളൊക്കെ ആയിട്ട് ആൾ മുന്നോട്ട് പോകുമ്പം അത്തരം സത്കർമ്മങ്ങളുടെ കളക്റ്റീവായിട്ടുള്ള ഒരു സഞ്ചിത കർമ്മമുണ്ട്. ആ സഞ്ചിത കർമ്മം പക്വമായി ഒരു പ്രാരബ്ധമായി നിൽക്കുന്ന വേളയിലാണ് ഈ ജീവൻ വിട്ടുപോകുന്നത്. അപ്പോൾ പിന്നെ എന്താണ്? അതിന് ജനിക്കേണ്ടതുണ്ട്. ആത്മാവിനല്ല ജന്മം, അത് മനസ്സിലാക്കണം. കറണ്ട് പോകുന്ന എന്താ പറയുക, ഈ വൈദ്യുതി ഉപകരണം കേടാവുന്നത് കറണ്ടിൻ്റെ നാശമല്ല. കറണ്ട് എന്ന് പറഞ്ഞാൽ വിദ്യുത് ശക്തി മരിക്കുന്നതല്ല. അപ്പോൾ അങ്ങനെയൊരു ജീവൻ ഇത് പൂർത്തീകരിക്കപ്പെടാതെ പോകുമ്പോൾ അതിൻ്റെ ആ പൂർത്തീകരണത്തിന് വേണ്ടി അതെന്ത് ചെയ്യുന്നു? മറ്റൊരു ശരീരത്തെ സ്വീകരിക്കുന്നു. ഈ ലെബനൻ്റെ വിശ്വ സാഹിത്യകാരനായിട്ടുള്ള ചിന്തകനും ദാർശനികനും ഒക്കെ ആയിട്ടുള്ള ആളാണല്ലോ നമ്മുടെ ഖലീൽ ജിബ്രാൻ. ജിബ്രാൻ്റെ പ്രസിദ്ധമായ വരികളുണ്ടല്ലോ. എന്താണ്? നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടേതല്ല, അവർ നിങ്ങളിൽ നിന്ന് ജനിച്ചു, മറിച്ച് അവർക്ക് അവരുടേതായിട്ട് അവരൊരു വഴിയാണ്, നമ്മളൊരു ഡോറ് മാത്രമാണ്. അതുകൊണ്ട് അവരുടെ ചിന്തകൾ നമ്മുടെ ചിന്തകളായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് അവരുടെ ശരീരത്തെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ വീടുകളിൽ പാർപ്പിക്കാം, ചിന്തകളെ ഒക്കില്ല എന്ന് പറയാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ വചനമുണ്ട്. അവർ വളരുന്നു, നമ്മൾ തളരുന്നു. നമുക്ക് അവരെ പോലെയാവാൻ ശ്രമിക്കാം, നമ്മളെപ്പോലെയാക്കാൻ അവരെ നമ്മളെപ്പോലെയാക്കാൻ ശ്രമിക്കരുത് എന്നൊക്കെ പറയുന്ന പ്രസിദ്ധമായ വചനം. അവിടെ എന്താണ്? അതൊക്കെ ഇതുമായിട്ട് ചേർത്ത് വയ്ക്കാവുന്നതാണ്. കാരണം ഒരാൾ ജനിക്കുമ്പോൾ അയാൾക്ക് പല എന്തുകൊണ്ടാണ് ഒരു അച്ഛൻ്റെ മക്കൾ എല്ലാവരും അതേപോലെ അവരുടെ ബിസിനസ്സുകാരാണെങ്കിൽ അതേ ബിസിനസ്സും നോക്കി അതേ കാര്യങ്ങളും ചെയ്ത് പോവാത്തത് എന്താ? ഒരാൾ വേറിട്ട് പോണത്. പലരും ഉണ്ടല്ലോ നമ്മുടെയൊക്കെ മുന്നിലില്ലേ. നമ്മൾ ആലോചിക്കാറുണ്ട് നമ്മുടെ കാര്യം തന്നെ. നമ്മളെന്തുകൊണ്ട് ഈ വഴിയിൽ വന്നു? വീട്ടിലെല്ലാവരും ഭയങ്കര ഭക്തിമാർഗം ഒന്നുമല്ല. ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ് വീട്. ആ വീട്ടിൽ തന്നെയാണ് ജനിച്ചത്. അതുകൊണ്ട് ആശുപത്രിയിൽ നിന്ന് മാറിയെന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് വേറെ ആരുടെയോ ഇങ്ങനെ മാറിപ്പോയതാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. മാറിയെന്ന് പറയാൻ പറ്റില്ല. വീട്ടിൽ ജനിച്ചു. വിജയദശമി ദിവസം ദേവീക്ഷേത്രം, ശ്രീവളയനാട് ദേവീക്ഷേത്രത്തിൻ്റെ കഷ്ടി ഒരു 50 മീറ്റർ, അത്രയേ ഉള്ളൂ. കുട്ടിക്കാലമൊക്കെ ആ നടയിലൊക്കെയാണ് പന്ത് കളിച്ചും ഒക്കെ വളർന്നത്. ഇതിനോടൊന്നും വലിയ ആഭിമുഖ്യമൊന്നും തോന്നിയിട്ടില്ല, ഇത്തരം കാര്യങ്ങളോട്. ക്ഷേത്രത്തിലൊക്കെ പോകും, അത് ഈ നാളികേരം പെറുക്കാനും ഇതിനൊക്കെ ആയിട്ടാണ്. പക്ഷേ എവിടെയൊക്കെയോ നമ്മളെ സ്വാധീനിച്ച പല കാര്യങ്ങളുണ്ട്. അവിടെ ഒരു ബാലകൃഷ്ണ മേനോനുണ്ട്, അമ്പലത്തിൻ്റെ പാട്ടാളിയായിരുന്ന ആൾ. മൂപ്പര് വലിയ സംസ്കൃത വിദ്വാനാണ്, പണ്ഡിതനാണ്. സൗന്ദര്യലഹരിക്കൊക്കെ നല്ല പ്രൗഢഗംഭീരമായ വ്യാഖ്യാനം ചമച്ച ആളാണ്. ഇത് അവിടെ ഉത്സവത്തിൽ ഈ പറഞ്ഞ അക്ഷരശ്ലോക സദസ്സുണ്ട്. നമുക്കത് വലിയ ഇഷ്ടമായിരുന്നു, ചെറിയ പ്രായത്തിൽ തന്നെ അത് കേട്ടിരിക്കാൻ.
എന്നിട്ട് അതിൽ മൂപ്പരാണ് ജയിക്കുക, ഈ ബാലകൃഷ്ണനാണ് ജയിക്കുക. എന്താ അത്? അതുപോലെ തന്നെ ഈ കളമെഴുത്ത് പാട്ടുണ്ട് കുറുപ്പിൻ്റെ. അതൊക്കെ എവിടേക്കോ ഒരു എന്തൊക്കെയോ ചിലതൊക്കെ ഓർമ്മ വരുന്നത് പോലെ വരും. പിന്നെ രാമായണ പ്രഭാഷണമാണ് നമ്മളെ തിരിഞ്ഞിരുന്ന് ഇങ്ങനെ മതിലിൻ്റെ മുകളിൽ തിരിഞ്ഞ് അങ്ങോട്ട് നോക്കിയിരുന്ന നമ്മൾ തിരിഞ്ഞ് അവസാനം ഉള്ളിലെത്തുന്നത്. രാമായണം അനുബന്ധമായ കുറേ കാര്യങ്ങൾ, കുറേ യാത്രകൾ. എന്നാൽ വീട്ടിലെ എല്ലാവരും ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. അമ്മമ്മയുടെ ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട്, അത് പ്രകടനമാക്കുന്ന യാതൊന്നും ആയിരുന്നില്ല. അമ്മമ്മ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു മെഡിറ്റേഷൻ ഉണ്ട്. അമ്മമ്മയുടെ കൂടെ ആദ്യമായിട്ട് കൊട്ടിയൂരൊക്കെ പോകണം. പക്ഷെ നമ്മളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് എവിടെയോ പകുതിയാക്കിയതിൻ്റെ ഒരു പൂർത്തീകരണത്തിനുള്ള ഒരു വഴി പോലെ. പലർക്കുണ്ടാവും പല കാര്യങ്ങളിൽ അങ്ങനെ. നമുക്കത് നിഷേധിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ പറഞ്ഞ മനഃശാസ്ത്രകാരന്മാർ ഈ ഒരു കോസ്മിക് മൈൻഡിനെ കുറിച്ച് പറയുമ്പോൾ അതെങ്ങനെയാണ് ഈ വ്യഷ്ടി മനസ്സും സമഷ്ടിയും, അതൊരു നമ്മൾ വളരെ നന്നായി ഗഹനമായി ആലോചിക്കേണ്ടതാണ്. വെറുതെ ഇങ്ങനെ എന്തെങ്കിലും പറയുന്നതല്ല. അത് കുറേ ആഴത്തിൽ സ്വയം നമ്മളെ തന്നെ ചിന്ത ചെയ്യുക. ഇതിന് സമാനമായ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ വളരെ സയൻറ്റിഫിക്കായിട്ട് ഇതാ ഇത്രാം തീയതി മരിച്ച ഒരാൾ ഇത്രാം തീയതി ജനിക്കും എന്നൊന്നും പറയുന്ന ഡാറ്റയൊന്നും നമുക്ക് ലഭ്യമല്ല. പക്ഷേ ഓരോരുത്തരുടെയും ചില സ്കില്ലുകളൊക്കെ വളരെ നേരത്തെ തന്നെ നേടുന്നതും ഇതുമായിട്ടൊന്നും ഒരു ബന്ധമുള്ള ഒരു ചുറ്റുപാടിൽ ആയിക്കൊള്ളുന്നില്ല. ചിലത് അതിനനുയോജ്യമായ ചുറ്റുപാടിലേക്ക് വരുന്നു, അവിടുന്ന് മുന്നോട്ടേക്ക് പോകുന്നു. അപ്പോൾ ഗീത അതിനൊരു സമ്മതി നൽകുന്നുണ്ട്. ഭഗവാൻ പറയുന്നത് ഇവർക്കൊരു ദുർഗതി ഉണ്ടാവില്ല, ഇവരുടെ കാര്യത്തിൽ ഞാൻ ഇവർക്കൊരു അനുയോജ്യമായ ഒരു പ്ലേസ്, ആ സ്ഥലത്തെത്തും, അവിടെ അവർ ജനിക്കും. എന്നിട്ടോ അവരതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകും. പ്രാപ്യ പുണ്യകൃതാം ലോകാൻ ഉഷിത്വ ശാശ്വതീ സമാഹ ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോ അഭിജായതേ. അങ്ങനെ അവർ അനുയോജ്യമായ ഇവിടെയാണ് നമ്മൾ ഈ ഷോഡശ സംസ്കാരത്തിലെ ഗർഭാധാനവും അന്ത്യേഷ്ടിയും. ഗർഭാധാനം എന്ന് പറയുന്നത് ഒരു ജീവനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്, അത്തരത്തിലുള്ള ഒരു ജീവന്. അത് സംസ്കാരത്തിലുള്ളതാണ്, അതിനെ അപേക്ഷിക്കുന്നു. അതുപോലെ അന്ത്യേഷ്ടി പറഞ്ഞുവിടലാണ്. അപ്പം ഇതൊക്കെ ധർമ്മശാസ്ത്രത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പ്രാപ്യ പുണ്യ ചിലതൊക്കെ എന്തൊക്കെയായാലും ഒന്നും നടക്കില്ലല്ലോ. പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ മക്കളൊക്കെ ഇല്ലേ, ചിലർ പറയാറുണ്ടല്ലോ അച്ഛൻ്റെ ഒരു ഗുണമില്ലല്ലോ എന്ന്. അപ്പോൾ ഉഷിത്വ ശുചീനാം ശ്രീമതാം ഗേഹേ അഭിജായത്തെ. അവരാ സമയം സന്ദർഭം കൃത്യമായി വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു? ആ ഐശ്വര്യമാർന്ന ഗൃഹത്തിൽ ഭവിക്കുന്നു. തുടർന്ന് ഭഗവാൻ പറയാണ്, അഥവാ യോഗിനാമേവ കുലേ ഭവതി ധീമതാം ഏതദ്ധി ദുർലഭതരം ലോകേ ജന്മയദീദൃശം. മറ്റൊന്ന്, അഥവാ ഇനി അങ്ങനെയല്ല എങ്കിൽ യോഗിനാം ധീമതാം കുലേ ഏവ ഭവതി. യോഗിനാം നല്ല നിഷ്ഠയൊക്കെയുള്ള, യോഗനിഷ്ഠയൊക്കെയുള്ള, ധീമതാം ജ്ഞാനികളുടെ
കുലേ ഏവ ഭവതി, കുലത്തിൽ ജനിക്കുന്നു, അവരുടെ ചുറ്റുപാടിൽ ജനിക്കുന്നു. അപ്പോൾ പിന്നെ അത് അനുയോജ്യമായിട്ട് അതിന് മുന്നോട്ടുള്ളൊരു യാത്രയുണ്ടാവും. ഇങ്ങനെ ഈദൃശം ജന്മ യത് ഏതത് ലോകേ ദുർലഭതരം, ഇങ്ങനെയുള്ള ജന്മം ഏതത് ലോകേ ദുർലഭതരം, ഇത് ലോകത്ത് ദുർലഭമാണ്. അതുകൊണ്ട് ഭഗവത് പാദർ വിവേക ചൂടാമണിയിൽ പറയും, ദുർലഭം ത്രയമേ വൈദത് ദൈവാനുഗ്രഹഹേതുകം മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയ. 3 കാര്യമാണ് ഏറ്റവും ദുർലഭമായിട്ടുള്ളത്. ദുർലഭം ത്രയമേ വൈതത്, ഏതത് വൈ ത്രയം ദുർലഭം, ഏതത്രയം ദുർലഭം, ഈ 3 ദുർലഭമാണ്. എന്താണ്? മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയ. മനുഷ്യത്വം, ആദ്യം മനുഷ്യൻ എന്ന ഒരു കാറ്റഗറി ആവുക, പിന്നെയോ മുമുക്ഷുത്വം, അറിയാനുള്ള ആഗ്രഹം, മോക്ഷമേ ഭൂയാത് ഇത് ഇച്ഛ, അതിനെയാണ് മുമുക്ഷുത്വം എന്ന് പറയുന്നത്. എനിക്ക് സ്വതന്ത്രനാകണം എന്നത്. സ്വതന്ത്രനാകണം എന്ന് പറഞ്ഞാൽ തോന്നിയേ ചെയ്യണം എന്നുള്ളതല്ല. ദേശം കൊണ്ടും കാലം കൊണ്ടും വസ്തുവിനെ കൊണ്ടുമുള്ള എല്ലാ പരിമിതികളെയും അതിവർത്തിച്ച് എൻ്റെ സ്വരൂപമായി ഇരിക്കണം, അതാണ് മോക്ഷം. അപ്പോൾ ഇത് 3 ദുർലഭമാണ്. പിന്നെയുള്ള മഹാപുരുഷ സംശ്രയ, ആ മോക്ഷത്തിൻ്റെ വഴി പറഞ്ഞു തരാൻ പറ്റിയ ഒരാളുമായിട്ടുള്ള സംസർഗം, ഇതാണ് ഏറ്റവും വലുത്. ദുർലഭം ത്രയമേ വൈതത് ദൈവാനുഗ്രഹഹേതുകം, അത് ഈശ്വരാനുഗ്രഹം കൊണ്ടാണ്. മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയ. ലബ്ധ്വാ കഥഞ്ചിൻ നരജന്മ ദുർലഭം തത്രാപി പുംസ്ത്വം ശ്രുതിപാരദർശനം. വിവേക ചൂടാമണിയിൽ മനോഹരമായിട്ട് ശങ്കരാചാര്യർ ഇതിനെക്കുറിച്ചൊക്കെ പറയും. ഇതൊക്കെ കിട്ടിയിട്ടും നടക്കാത്ത ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഏതത് ലോകേ ദുർലഭതരം, ഇത് ലോകത്ത് ദുർലഭമായിട്ട് സംഭവിക്കുന്നതാണ്. തുടർന്ന് ഭഗവാൻ പറയുന്നു, തത്ര തം ബുദ്ധി സംയോഗം ലഭതേ പൗർവദേഹികം യതതേ ച തതോ ഭൂയഃ സംസിദ്ധൗ കുരു നന്ദന. എന്താണ്? ഹേ കുരുനന്ദന, അല്ലയോ കുരുവംശത്തിൽ പിറന്ന അല്ലയോ അർജുന, തത്ര പൗർവദേഹികം, ആ ജന്മത്തിൽ ഈ പൗർവദേഹികം പൂർവദേഹത്തിലുണ്ടായ സ്മൃതി, തം ബുദ്ധിയോ സംയോഗം, എന്താണോ പൂർത്തീകരിക്കപ്പെടാതെ പോയിട്ടുള്ളത് അതൊരു സമയത്തെത്തുമ്പം മൂപ്പരിൽ അങ്ങോട്ടേക്ക് പ്രകടമാകും. അങ്ങനെ പ്രകടമായി കഴിഞ്ഞാലോ ബാക്കിയുള്ളതിനെയൊക്കെ ഉപേക്ഷിച്ച് അതിലേക്ക് അങ്ങോട്ട് ഈ നമ്മുടെ ബഹിരാകാശത്തേക്ക് പേടകങ്ങളെ വിടുന്ന പോലെ ഓരോരോ ഘട്ടത്തിൽ ഓരോന്ന് കത്തി കത്തി താഴേക്ക് വീഴുമല്ലോ എന്നതുപോലെ ബാക്കിയൊക്കെ പോയി പിന്നെ ആ കഴിഞ്ഞ കാലയളവിൽ എന്തൊക്കെ ഉണ്ടായിരുന്നോ അതിനെയൊക്കെ വിട്ട് മുന്നോട്ടേക്ക് പോകും. പൗർവദേഹികം, പൂർവദേഹത്തിലുണ്ടായ തം ബുദ്ധി സംയോഗം, ആ അറിവിൻ്റെ ചേർച്ച ലഭതേ, ലഭിക്കുന്നു. അപ്പോൾ കുറേ സാധനമൊക്കെ പഴയ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്, അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ മുന്നോട്ടേക്ക് ഒരു ശക്തിയായിട്ട് തീരും. തതഹ, അതിനുശേഷം ഭൂയഹാച്ച, പിന്നെയും അവൻ സംസിദ്ധൗ യതതേ, അതിനു വേണ്ടി തന്നെ യത്നിക്കുന്നു. ആ യത്നത്തിൽ അവന് അത് ലഭ്യമാവുകയും ചെയ്യുന്നു. തുടർന്ന് ഭഗവാൻ പറയാണ്, പൂർവാഭ്യാസേന തേനൈവ ഹ്രിയതേ ഹ്യവശോപി സഹ ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദബ്രഹ്മാദിവർത്തതേ.
ഇങ്ങനെ ഇവൻ എന്തൊക്കെ സംഭവിക്കുന്നു, തുടർന്നുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ അത് പിന്നെ ആ ഭാഗം, അത് ഈ ഭഗവാൻ ഈ അധ്യായം 6-ാം അധ്യായം ഉപസംഹരിക്കാൻ പോവുകയാണ്. അർജുനോട് പറഞ്ഞു, അർജുന ഞാൻ നിനക്ക് ഇതെല്ലാം പറഞ്ഞു തരാം, നാളെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.